തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെ കാട്ടാക്കട രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപം വെച്ചുണ്ടായ വാക്ക് തർക്കത്തിലാണ് രാഹുലിന് കുത്തേറ്റത്. ദിൽന വിവരങ്ങളുമായി ചേരുകയാണ്. ദിൽന, ഇത് ഇന്നലെ രാത്രി 11ഓടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിൽ, അതിലൊരു 17കാരനുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അക്ഷയ്, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് രാജശ്രീ, അത് ദില്ലി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയും അതൊരു കൊലപാതകത്തിലേക്ക് മാറുകയും ചെയ്യുകയായിരുന്നു. അതായത് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിലായി 2 പേർ കസ്റ്റഡിയിൽ എന്ന് പറയുന്ന ഒരു അപ്ഡേഷനാണ് ഈ വാർത്തയിൽ വന്നിരിക്കുന്നത്. അതിൽ ഒരാൾ 17 വയസ്സുകാരനാണ്, മറ്റൊരാൾ ഉസ്മാൻ. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരാണ് 2 പേരും. ഇതിൽ ആദ്യം പിടിയിലായത് 17കാരനാണ്. 17കാരൻ താനല്ല കുത്തിയതെന്ന് ആവർത്തിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ 17കാരന്റെ സുഹൃത്താണ് രണ്ടാമത് കസ്റ്റഡിയിലായ ഉസ്മാൻ എന്ന് പറയുന്നത്. 2 പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചത് ആദ്യം വന്നിരുന്ന ഒരു വിശദീകരണം എന്ന് വെച്ചാൽ 2 ദിവസം മുൻപ് ബാറിൽ വെച്ച് ഇരുവരും തമ്മിൽ, ഈ മരിച്ച രാഹുലും അതുപോലെ തന്നെ പ്രതികളും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അതാണ് കാരണം എന്നൊരു പ്രാഥമിക വിവരമായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നതെങ്കിൽ പിന്നീട് ബൈക്ക് വിറ്റതുമായി ബന്ധപ്പെട്ട പണത്തിന്റെ തർക്കമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ പ്രതിയുടെ അടുത്തു നിന്നും രാഹുലിന്റെ സുഹൃത്ത് ഒരു ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പണം ചോദിച്ചുകൊണ്ട് ഈ പ്രതി രാഹുലിനെ നിരന്തരം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഹുലിന്റെ സഹോദരി ഫോൺ എടുത്തപ്പോൾ മോശമായി പെരുമാറിയെന്നും മോശമായി സംസാരിച്ചു എന്നും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം രാത്രി നടു റോഡിൽ വെച്ച്, കാട്ടാക്കട കിള്ളി വെച്ച് വലിയ തരത്തിലുള്ള വാക്കുതർക്കം ഉണ്ടാവുകയും കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് ഭാര്യരിന് സമീപം കുത്തുകയും ചെയ്യുകയായിരുന്നു. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ഉടൻ തന്നെ മരണപ്പെടുകയായിരുന്നു. അക്ഷയ്, ശരി, എന്തായാലും ഇന്നലെ കാട്ടാക്കടയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ദില്ലിയാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.